2018 ജനുവരി 27 കാലിഫോർണിയയിലെ ഒരു സായാഹ്നം ഗോൾഡൻ ബ്രിഡ്ജ് ഗ്രേറ്റിലെ ഒരു ടോളിലാണ് ഈ സംഭവം നടക്കുന്നത്. 500-ലേറെ വാഹനങ്ങൾ ടോളിൽ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുന്നത് ടോൾ അടയ്ക്കുന്നതിന് വേണ്ടി. വൈകുന്നേരമാണ് സമയം, നേരത്തെ പറഞ്ഞത്. അപ്പൊ ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ വളരെ പോകാൻ ധൃതിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ആ ടോളിലേക്ക് വരുന്ന അടുത്തൊരു വാഹനത്തിന്റെ ടോൾ കളക്ട് ചെയ്യാൻ വേണ്ടി അതിനകത്തിരിക്കുന്ന ആള് വാഹനത്തിന്റെ ഇരിക്കുന്ന ആളിനോട് ടോളിന്റെ ഫീസ് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കണം, ഈ എന്റെ ബാക്കിലുള്ള വാഹനങ്ങൾക്കെല്ലാം ടോൾ എത്ര രൂപയാവും, ഈ ടോൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഫിനിഷ് ചെയ്യണമെങ്കിൽ എത്ര രൂപയാവും നോക്കാൻ പറഞ്ഞു. അദ്ദേഹം ആശ്ചര്യത്തോടു കൂടി അത് നോക്കിയിട്ട് ആ എമൗണ്ട് പറയുന്നു. ഇദ്ദേഹം ആ എമൗണ്ട് അവിടെ അടയ്ക്കുന്നു, പോവുകയാണ്. അത് ഏതാണ്ട് $500-ലധികം ആ ഒരു വൈകുന്നേരം അദ്ദേഹം ആ യാത്രക്കാരൻ ആ ടോളിലേക്ക് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് വന്ന ഓരോ യാത്രക്കാരും ഫീസ് കൊടുക്കാൻ നിൽക്കുമ്പോൾ പറയുന്നു, നിങ്ങൾക്ക് മുമ്പിൽ പോയ ആൾ നിങ്ങൾക്ക് വേണ്ടി ടോൾ അടച്ചു കഴിഞ്ഞു. ആദ്യം പോയ ആ വ്യക്തി സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത്. അതിനുശേഷം വന്ന ഒരു പക്ഷെ എല്ലാ യാത്രക്കാരും എന്തെങ്കിലും തരത്തിലൊരു റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഉപകാരം ഇതിന്റെ പ്രത്യുപകാരമായി ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഡബ്ല്യു വൈബ്രേഷൻ റേസ് യുവർ ഫ്രീക്വൻസി എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മേക്ക് സമൺസ് ഡേ. ഇത് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് ഒരു ദിവസത്തെ വ്യത്യസ്തമാക്കുന്നത് മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന്? ഇന്നൊരു ദിവസം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ദിവസം സഫലമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു മൊമെന്റ് സഫലമാക്കാൻ അറ്റ്ലീസ്റ്റ് എങ്കിലും നമുക്ക് ശ്രമിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്. അതിന് നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, 2 കൈകളിൽ ലഗേജുമായി പോകുന്ന ഒരാൾക്ക് AC കമ്പാർട്ട്മെന്റ് ഡോർ ഒന്ന് പിടിച്ച് ഓപ്പൺ ആക്കി തരികയാണെങ്കിൽ എന്തുമാത്രം എത്ര സൗകര്യമാണ്. പല പല സന്ദർഭങ്ങളിലും ഞാൻ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഞാൻ ഒരു പക്ഷെ 2 കൈയും ഫ്രീ ആയിരിക്കില്ല, ലഗേജ് ആയിരിക്കും. ഒരു പക്ഷെ ഒരു യാത്രക്കാരനോ അല്ലെങ്കിൽ അതിനകത്ത് ടീ കൊണ്ടുവന്ന് വിൽക്കുന്ന വിൽപ്പനക്കാരനും ഒക്കെ എനിക്ക് ഡോർ തുറന്നു വന്നിട്ടുണ്ട്. അത് എന്റെ മനസ്സിലൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ആ പെട്ടെന്നൊരു ഗ്രാറ്റിറ്റ്യൂഡും ഒരു സന്തോഷവും ഒരു കൈൻഡ്നെസ്സും ഒക്കെ എന്റെ മനസ്സിൽ നിറച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാനൊരു നിമിഷം ആലോചിക്കും, എനിക്ക് എന്ത് അടുത്ത ആൾക്ക് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഇതൊരു കണ്ടീജിയസ് ആക്ടിവിറ്റിയാണ് റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ്. നമുക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സ്മൈലും ഉണ്ടെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റിയാൽ അത് നമ്മുടെ വൈബ്രേഷൻ. രണ്ടാമത് നമുക്ക് അപ്രീസിയേഷൻ പറയാം മറ്റുള്ളവർക്ക്. ജെന്യുവിൻ ആയിരിക്കണം. ജെന്യുവിൻ ആയിട്ടുള്ള അപ്രീസിയേഷൻ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വി ക്യാൻ ക്രിയേറ്റ് എ ഡേ ഫോർ ദം. നല്ലൊരു അപ്രീസിയേഷൻ പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് ചുറ്റും കാണുന്ന ആളുകളെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ആളിനെ നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും. നിങ്ങൾ മറ്റൊരാളുടെ ഒരു ദിവസം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മൂന്നാമത് ഗിവ് പോസിറ്റീവ് കോംപ്ലിമെന്റ്സ്. ഒരാളുടെ സ്കില്ലിൽ അല്ലെങ്കിൽ ഒരാളുടെ നോളജിൽ അല്ലെങ്കിൽ ഒരാളുടെ അപ്പിയറൻസിൽ അല്ലെങ്കിൽ ഒരാളുടെ ദേ ക്യാരി ദംസെൽസ് അല്ലെങ്കിൽ ഒരാളുടെ സ്മൈലിൽ, അതുമല്ലെങ്കിൽ ഒരാളുടെ പ്രസന്റേഷനിൽ, അതുമല്ലെങ്കിൽ ഒരാളുടെ സംസാര രീതിയിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളൊരു ലിസണർ ആണെങ്കിൽ അയാളുടെ ലിസണിങ് സ്കില്ലിലൊക്കെ നമുക്ക് ഒരു കോംപ്ലിമെന്റ് കൊടുക്കാം. അത് അയാളുടെ കോൺഫിഡൻസ് കൂട്ടും, സെൽഫ് എസ്റ്റീം ഉയർത്തും. നാലാമതായി ലിസൺ അറ്റന്റീവ്ലി. ഇനി ഒരാളെ നമ്മൾക്ക് അയാളുടെ ഇമോഷൻസ്, തോട്ട്സ്, ഫീലിംഗ്, അയാൾ ഒരു പക്ഷെ വളരെ വളരെ സീരിയസ് ആയിട്ട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ മുന്നിൽ. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഇഗ്നോർ ചെയ്ത് പോകും. പക്ഷെ നിങ്ങൾ ഒരു നിമിഷം അദ്ദേഹം എന്ത് തന്നെ സംസാരിച്ചോട്ടെ, ചിലപ്പോൾ അത് നമ്മൾക്ക് പ്രയോജനമില്ലാത്തൊരു കാര്യമായിരിക്കും, അയാൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്നാൽ പോലും അത് കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്യണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ദിവസം നമ്മൾ അയാൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിൽ അയാൾ വളരെ വളരെ വാല്യൂഡ് ആണ്. ഫീൽ വാല്യൂഡ് ദംസെൽസ്. അത് മാത്രമല്ല, നമുക്കൊരു അൺഡിവൈഡഡ് അറ്റൻഷൻ കൊടുക്കുന്ന ഒരാള് ആണ് നമ്മളെങ്കിൽ ആ വ്യക്തിയുടെ സെൽഫ് എസ്റ്റീം കൂടും. അയാൾക്ക് വളരെ സന്തോഷം തോന്നും, അയാൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും നമ്മളോട്. നമ്മൾക്ക് അതിന്റെ റിഫ്ലക്ഷൻ ലഭിക്കും, നമ്മുടെ വൈബ്രേഷൻ കൂടുകയും ചെയ്യും. അത് നമുക്ക് മറ്റൊരാളുടെ ഡേ ഏറ്റവും മനോഹരമാക്കാനും സാധിക്കും. അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ്, ഗിവ് സർപ്രൈസ് ഗിഫ്റ്റ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ബർത്ത്ഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവന്റിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറ്.
സാധാരണ ഒരു നോർമൽ ഡേക്ക് ഒരു റിട്ടേൺ ഒരു പീസ് ഓഫ് ഒരു പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് ഒരാൾക്ക് ഒരു കോംപ്ലിമെന്റ് എഴുതി കൊടുക്കുക. അയാളുടെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും എഫിഷ്യൻസി നമ്മൾ അക്നോളജ് ചെയ്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും ആക്ഷനെ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു അപ്രീസിയേഷൻ നോട്ട് പോലെ ഒന്ന് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇഷ്ടമാണ്, ഒരു ഫ്രണ്ടിന് ഒരു സുഹൃത്തിന് നിങ്ങളെ എനിക്ക് ഇഷ്ടമാണെന്ന് ഒരു ഐ ലവ് യു മെസ്സേജ് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പൂ കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ഒന്നും ഒരു സ്മൈൽ കൊടുക്കണ്ടേ, അത് അവരുടെ ജീവിതത്തിലേക്ക് വേറൊരാളുടെ ലൈഫിന്റെ ആ ദിവസം ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ വൈബ്രേഷൻ ഉയർത്താൻ സാധിക്കും. 6th പോയിന്റ്, സ്പെൻഡ് ക്വാളിറ്റി ടൈം. ഇപ്പൊ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുകയാണെങ്കിൽ അത് അവരുടെ ദിവസം കൂടുതൽ കളർഫുൾ ആക്കും. ക്വാളിറ്റി ടൈം, ഗാഡ്ജറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് വേറെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ആ വ്യക്തിയിലേക്ക് കംപ്ലീറ്റ് ശ്രദ്ധ കൊടുക്കുക. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരു കോഫി കുടിക്കുക, അതല്ലെങ്കിൽ നാച്ചുറലി, അതായത് ഇപ്പം ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ കുറച്ചു നേരം ആ വ്യക്തി പറയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഒരു 10-15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് അദ്ദേഹത്തിന് വേണ്ടി അപ്പുറത്ത് നിൽക്കുന്നതിന്റെ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മളോടൊപ്പമുള്ള പാർട്ട്ണർക്കോ ഒക്കെ വേണ്ടിയിട്ട് ക്വാളിറ്റി ടൈം കൊടുക്കുന്നത്, അത് അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആർക്കാണോ കൊടുക്കുന്നത് അവരുടെ ദിവസം ഏറ്റവും അതുപോലോടൊപ്പം നമ്മുടെ വൈബ്രേഷൻ ഹൈ ആകുകയും ചെയ്യും. 7th പോയിന്റ്, ഓഫർ സപ്പോർട്ട്. നമുക്ക് ഒരാൾക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ, അത് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ, അറ്റ്ലീസ്റ്റ് ഇമോഷണൽ സപ്പോർട്ട് വളരെ വലിയ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ ഒരു വാക്കുകൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മോറൽ സപ്പോർട്ട് കൊടുക്കാം. ഒരാൾ ഒരു വെഞ്ചർ തുടങ്ങുകയാണെന്ന് പറഞ്ഞ് നമ്മളോട് പറയണമെന്ന് തീർച്ചയായിട്ടും നിനക്കത് നന്നായിട്ട് ചെയ്യാൻ കഴിയും. വേർഡ്സ് കൊണ്ട് സപ്പോർട്ട് കൊടുക്കുന്നു. നിനക്കതിനുള്ള കഴിവുകളുണ്ട്, അപ്രീസിയേഷൻ കൊണ്ട് സപ്പോർട്ട് കൊടുക്കുന്നു. നീ ഈ ഒരു സംരംഭം നീ തുടങ്ങിക്കോളൂ, നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു പക്ഷേ നിനക്ക് ഡൗട്ട് വേണമെങ്കിൽ എന്നെ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു നോക്കി. അതൊരു ഇമോഷണൽ സപ്പോർട്ടാണ്. അത് അവർക്കൊരു വലിയ ബലം കൊടുക്കും. ആ ഒരു ബലം കൊണ്ട് ഒരു പക്ഷെ ആ ഒരു ബൂസ്റ്റ് കിട്ടുന്നത് കൊണ്ട് ഒരു പക്ഷെ ഒരു വലിയൊരു ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു വലിയ ഡ്രീം ആയിരിക്കും ട്രൂ ആവാൻ പോകുന്നത്. അത് അവരുടെ ദിവസം അല്ലെങ്കിൽ അവരുടെ ലൈഫ് തന്നെ മനോഹരമാക്കില്ലേ. അതിലൂടെ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കാം. ദ ലാസ്റ്റ് പോയിന്റ്, സ്പ്രെഡ് പോസിറ്റിവിറ്റി. നമുക്ക് പലതരത്തിലുള്ള പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാം. പോസിറ്റീവ് ആക്ഷൻ കൊണ്ട്, പോസിറ്റീവ് വേർഡ്സ് കൊണ്ട്, പോസിറ്റീവ് ജസ്റ്റേഴ്സ് കൊണ്ട്, പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് കൊണ്ട്, പോസിറ്റീവ് പ്രസൻസ് കൊണ്ട്, പോസിറ്റീവ് സ്മൈൽ കൊണ്ട്, ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് നമുക്ക് നമ്മുടെ എൻവയോൺമെന്റും നമ്മൾ കാണുന്ന വ്യക്തികളും നമ്മുടെ സമൂഹത്തിലും ഒക്കെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഇത് കാണുന്ന, കേൾക്കുന്ന, അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ എല്ലാവരിലും അവരുടെ ദിവസവും അവരുടെ മൊമെന്റ്സും ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആകും. അതുവഴി നമ്മൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ നോർമലി നമ്മുടെ വൈബ്രേഷൻ കൂടുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു സന്തോഷത്തിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുകയും നമ്മുടെ പ്രവൃത്തികളെല്ലാം വളരെ എനർജറ്റിക് ആയി മാറുകയും ചെയ്യും. സോ പ്ലീസ് ട്രൈ ദിസ് ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ്. ആൻഡ് നിങ്ങളുടെ കമന്റ്സ് കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ കമന്റ്സ് കേൾക്കാൻ എനിക്ക് വലിയ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും കമന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. Thank you so much. Have a great day.